ഈ വീഡിയോയിൽ നമ്മൾ ഗ്ലോബൽ ഡാഡി ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് നെതന്യാഹുവിനെ പ്രേസ് ചെയ്തുകൊണ്ട് നെതന്യാഹു ഒരു വേൾഡ് ഹീറോയാണ് എന്നുള്ള നിലയിലാണ് ട്രംപ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇസ്രായേലിന് വേണ്ടിയിട്ടാണ് ബില്യൺ കണക്കിൽ ഡോളർ അമേരിക്ക എവറി ഇയർ സ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു സ്റ്റേറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് ഏത് അവസ്ഥയിലും ഇസ്രായേലിനെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്ന് വളരെ ശക്തമായിട്ട് തന്നെ ട്രംപ് ഈ ട്വീറ്റിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതിലുപരിയായിട്ട് നെതന്യാഹു ഒരു രീതിയിലുള്ള ബാഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയപ്പെടുന്ന സിഗരറ്റ്, പുകയില, ഇതേമാതിരിയുള്ള ഒരു രീതിയിലുള്ള മോശപ്പെട്ട പ്രവർത്തനങ്ങളും ഇല്ലാത്തൊരു വ്യക്തിയാണ്, വളരെ ക്ലീനാണ് എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അത് ഇപ്പം നിലവിൽ ഒരു കറപ്ഷൻ ട്രയൽ നെതന്യാഹുവിന് നേരെ ഇസ്രായേലിൻ്റെ കോടതിയിൽ നിന്ന് നടപ്പിലാകുന്നുണ്ട്. അപ്പോൾ അതിനെ ഈ ജെറുസലേം കോർട്ടിൽ ഈ ഒരു ട്രയലിനെ നീക്കി വെക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, നെതന്യാഹുവിൻ്റെ വഴിക്ക് വിടണം, ഇതേപോലത്തെ ചെറിയ സില്ലി കേസുകളിട്ട് ഇസ്രായേലിന് അപമാനം ഉണ്ടാക്കരുത് എന്നുള്ള നിലയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റും കൂടി ചേർത്താണ് ട്രംപ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഈ ഒരു ട്വീറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നെതന്യാഹുവിനും ട്രംപിനും ഇടയിൽ നല്ല രീതിയിലുള്ള കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. അതായത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നെതന്യാഹുവിൻ്റെ പൊളിറ്റിക്കൽ കരിയറുമായിട്ട് ബന്ധപ്പെട്ട്, നിലവിലെ കോടതിയിൽ നടക്കുന്ന ഈ ഒരു ട്രയലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, ഈ കറപ്ഷൻ കേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഡിസ്കഷൻസ് രണ്ടുപേരുടെയും ഇടയിൽ, നെതന്യാഹുവിൻ്റെ ഇടയിലും നെതന്യാഹുവും ട്രംപും തമ്മിൽ നടത്തുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഗാസ ആയിക്കോട്ടെ, ഇറാനുമായിട്ട് നടന്ന യുദ്ധമായിക്കോട്ടെ, ഇതിലെല്ലാം തന്നെ ഒരു പൊളിറ്റിക്കൽ ഫാക്ടറും കൂടി അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു ട്വീറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം മൂന്നാമത്തെ പ്രാവശ്യമാണ് ട്രംപ് നെതന്യാഹുവിൻ്റെ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് മൂന്നാമത്തെ തവണയാണ് ട്രംപ് പോസ്റ്റ് ചെയ്യുന്നത്. ആദ്യം വെർബലി ഒരു തവണ പറഞ്ഞു നോക്കി, രണ്ടാമതൊരു ട്വീറ്റ് 4 ദിവസങ്ങൾക്ക് മുമ്പ് ഇട്ടിരുന്നു, ഇപ്പോൾ അത് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ട്വീറ്റ് ഇന്നലെ ഇട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ജെറുസലേമിൻ്റെ കോടതിയിൽ നിന്നും ട്രംപിൻ്റെ ട്വീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള റെസ്പോൺസും വന്നിട്ടില്ല. പക്ഷേ ഷിൻബെറ്റുമായിട്ടും മൊസാദുമായിട്ടും ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ടീമുമായിട്ടൊക്കെ നടത്തിയ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. CIA റെപ്രസെൻറ്റേറ്റീവും കൂടെ പങ്കെടുത്തുകൊണ്ട് ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ മീറ്റിംഗ് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു. ആ മീറ്റിംഗിൻ്റെ ഫയൽ കോടതിയിലേക്ക് കൈമാറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു കോടതിയിലേക്ക് കൈമാറിയ ആ ഒരു റിപ്പോർട്ട്, അപ്പോൾ അതായത് ആ മീറ്റിംഗിൽ എന്താണ് സംസാരിച്ചത് എന്നതുമായിട്ട് ബന്ധപ്പെട്ടല്ല കോടതിയിലേക്ക് കൈമാറിയത്. ആ മീറ്റിംഗിൽ കൂടിയിരുന്ന ഇസ്രായേൽ ഗഡ്സ്, അതായത് ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ, അതേപോലെ തന്നെ CIA റെപ്രസെൻറ്റേറ്റീവ്, അതുപോലെ ഷിൻബെറ്റിൻ്റെ അധികൃതർ, ഇസ്രായേലിൻ്റെ ഡീപ് സ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും തന്നെ ഉണ്ട്. അവരാണ് ഈ ഫയൽ, അവരാണ് ഒരു റെക്കമെൻഡേഷൻ കൈമാറിയിട്ട് നെതന്യാഹുവിൻ്റെ ട്രയൽ 1 വീക്കിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യിപ്പിച്ചത്. ഓക്കെ, ഇത് നമ്പർ 1. ഇനി ഇറാനും ഇസ്രായേലും തമ്മിൽ ഒരു 2.0 നെക്സ്റ്റ് ലെവൽ യുദ്ധം തുടങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 90% സാധ്യത കൂടുതലാണ്. ഒരു 10% മാത്രമാണ് ഒരു പോസിബിലിറ്റി ഉള്ളത്. അപ്പോൾ അതെന്താണ് ഈ 90% ഞാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നും ഒരു 10% പോസിബിലിറ്റീസ് എന്താണ് ഞാൻ മാറ്റി വെക്കുന്നത് എന്നുള്ളതും അതും കൂടി ഞാനിവിടെ വിശദമായിട്ട് പറഞ്ഞേക്കാം. ആദ്യം ആയത്തുൽ ഖമനേയി ഇന്ന് ട്രംപിനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതായത് ട്രംപിനെ ആയത്തുൽ ഖമനേയി മാത്രമല്ല, ഇറാൻ്റെ പാർലമെൻറ്റിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മൗസവി ഉൾപ്പെടെ IRGCയുടെ ചീഫ് കമാൻഡോ ജനറലാണ് ഈ മൗസവി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ട്രംപിനെ തീർത്ത് കളയാം, അതായിരിക്കും നല്ലത്. കാരണം വളരെ എളുപ്പത്തിൽ അങ്ങ് പറയാണ്, ട്രംപിനെ തീർക്കുന്നതായിരിക്കും നല്ലത്. കാരണം ട്രംപ് ഒരു ഗാംബ്ലറാണ്. അയാൾ ഉദ്ദേശിക്കുന്ന പോലെ, അയാൾ വാക്കിന് വിലയില്ലാത്തവനാണ്, അയാൾ അങ്ങ് തീർക്കുന്നതാണ് നല്ലത് എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, പക്കാ സ്റ്റേറ്റ്മെന്റ്. അതായത് ട്രംപ് ഇന്നലെ ആയത്തുൽ ഖമനേയെക്കുറിച്ചും ആയത്തുൽ ഖമനേയ്ക്ക് ഒരു ലൈഫ് ലൈൻ കൊടുത്തത് ഞാനാണ് എന്നുള്ള രീതിയിൽ വളരെ വൾഗറായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെയാണ് അവർ ഇറക്കിയിരിക്കുന്നത്. പാർലമെന്റിന്റെ ഉള്ളിൽ തന്നെ ഒരു പ്രസ്താവനയായിട്ട് പുറത്തിറക്കിയിരിക്കുന്നത് ട്രംപിനെ തീർത്ത് കളയാന്നുള്ളതാണ്. അത് ട്രംപ് ഏത് രീതിയിൽ എടുക്കും നമുക്കറിയത്തില്ല. ട്രംപ് ഇതുവരെ വ്യത്യസ്തമായ ട്വീറ്റുകളൊന്നും തന്നെ പുറപ്പെടുവിച്ചിട്ടില്ല. ഇറാനുമായിട്ട് നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പിൽ പോകണമെന്ന് തന്നെയാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പം എന്തുകൊണ്ടാണ് 90% ഈ യുദ്ധം വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാനുള്ള കാരണം, IAEA ചീഫ് റഫേൽ ഗ്രോഷി, ഞാൻ ഇതിന് മുമ്പ് വെച്ച വാർത്തയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളി ഒരു മാസത്തിനകത്ത് ഇറാൻ ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ അത് റെഡ് അലേർട്ടായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ റെഡ് അലേർട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ IAEA ക്യാമറ അവർ മാറ്റി, അതുപോലെ തന്നെ GPS സിസ്റ്റം അവർ മാറ്റിയിട്ട് ബൈഡുവിലേക്ക് പോയി. ഇവൻ മാക്സർ ഫോട്ടോ എടുക്കുമ്പോഴത്തേക്കും ഇവർ ആ സ്ഥലങ്ങളിലെല്ലാം നറ്റാൻസ്, ഫോഡോ, ഇഷ്ഫഹാൻ, ഇവിടെ എല്ലാം അവർ വീണ്ടും റീകൺസ്ട്രക്ഷൻസ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എന്നിട്ട് അവർ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ, ഭൂമിക്കടിയിൽ എന്ത് സംഭവിച്ചു, നിങ്ങൾ എങ്ങനെ ബോംബ് ചെയ്തു, ഇതൊന്നും ആർക്കും അറിയത്തില്ല, അതൊരു സീക്രട്ടാണ്, അതൊരു മിസ്റ്ററിയാണ്. ആ സീക്രട്ട് ഞങ്ങൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യും, ഞങ്ങൾ ഇങ്ങനെ തന്നെ പറയും, അതായത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെ പറയും. ആ സീക്രട്ട് ഞങ്ങൾ കീപ്പ് ചെയ്യും, എന്നിട്ട് ഞങ്ങളുടെ ഗോളിലേക്ക്, ഞങ്ങളുടെ ലക്ഷ്യം എന്താണോ അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. ഇറാൻ ഒരിക്കലും ഈ ന്യൂക്ലിയർ ഫെസിലിറ്റീസിന്റെ അണ്ടർഗ്രൗണ്ടിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ പുറത്തുവിടാൻ തയ്യാറല്ല. ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസിയെയും അവർ അനുവദിക്കുന്നില്ല. കാരണം മെയിനായിട്ട് അവർ ആറ്റമിക് ഏജൻസിയെ തടഞ്ഞു വെച്ചിരിക്കുന്നത് അവിടെ ഉള്ളിൽ ചെന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് ഇത് മൊത്തത്തിൽ തകർന്നു എന്ന് അവർ വിളിച്ച് പറഞ്ഞാൽ ഇറാൻ ഉണ്ടാകുന്ന ഒരു നാണക്കേട്, അതിലുപരിയായിട്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് പുറം ലോകം അറിയും.
എക്സ്പോസ് ആവും, അതും ഒരു പ്രശ്നമാണ്. പല കാരണങ്ങൾ കൊണ്ടാണ് ഇവർ IAEA വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇത് IAEA നല്ല രീതിയിൽ ചുടിപ്പിച്ചിട്ടുണ്ട്. മാർക്കോ റൂബിയോ ഇതിനെ ശക്തമായി എതിർത്തിട്ടുണ്ട്. IAEA എന്ന് പറയുന്നത് ഒരു ഇൻഡിപെൻഡന്റ് ഏജൻസിയാണ്. അതിനെതിരെ ഇറാൻ ഇങ്ങനെ നിലപാട് ഘടിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കരുതുന്ന പോലെയല്ല അമേരിക്ക, നിങ്ങൾ അതിരൂക്ഷമായ ആക്രമണം നേരിടേണ്ടി വരും അമേരിക്കയുടെ ഭാഗത്തിൽ നിന്ന് എന്നാണ് മാർക്കോ റൂബിയോ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്നിട്ട് IAEA പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലിനോടും അമേരിക്കയോടും IAEA പറഞ്ഞിരിക്കുന്നത് മസ്റ്റ് സ്റ്റെപ്പ് ഇൻ, അതായത് നിങ്ങൾ തീർച്ചയായിട്ടും സ്റ്റെപ്പ് ഇൻ ചെയ്യണം വിതിൻ ദ മന്ത്. ഈ ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ സ്റ്റെപ്പ് ഇൻ ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ആണവായുധം അച്ചീവ് ചെയ്യും എന്ന് തന്നെയാണ് പറഞ്ഞു വെക്കുന്നത്. കാരണം ഇതൊരു ക്രൂഷ്യൽ മൊമെന്റ് ആയിട്ട് എടുത്തിട്ട് ഇറാൻ ആണവായുധം ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇസ്രായേലിന്റെ ഉള്ളിൽ ഇറാന്റെ കുറച്ച് ചാരന്മാരൊക്കെ ഉണ്ട്. ഈ ചാരന്മാരെയൊക്കെ പിടികൂടുന്നുണ്ട്. ഇസ്രായേൽ വളരെ ശക്തമായിട്ട് തന്നെ ആ ഒരു സെക്യൂരിറ്റി മെഷേഴ്സ് ഉറപ്പുവരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ഉള്ളിൽ ഇന്നലെ 3 സ്ഥലങ്ങളിൽ പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. ഈ 3 സ്ഥലങ്ങൾ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് തെഹ്റാന്റെ ഉള്ളിൽ, 2 നസീം ഷഹാർ എന്ന് പറഞ്ഞൊരു ഏരിയയിൽ, ഈ അഹമ്മദ് മുസ്തഫി ഇസ്ലാം ഷെയർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇതൊരു ഓയിൽ റിഫൈനറിയാണ്. ഈ ഓയിൽ റിഫൈനറി പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഫുട്ടേജ് കിട്ടിയിട്ടുണ്ട്, ഞാൻ ആഡ് ചെയ്യാം. സൗത്ത് വെസ്റ്റ് തെഹ്റാൻ ഭാഗത്താണ് ഈ തെഹ്റാനിലുണ്ടായ ഒരു ആക്രമണം. അതായത് പൊട്ടിത്തെറിക്കുന്ന പറഞ്ഞാൽ നിസ്സാര പൊട്ടിത്തെറിയല്ല, അത് കത്തി നശിച്ചിരിക്കുകയാണ്. ആ രീതിയിലുള്ള പൊട്ടിത്തെറിയാണ്. ഇതൊക്കെ സാധാരണ ചുമ്മാ അങ്ങ് പൊട്ടിത്തെറിക്കുന്നതല്ല. ഇതിൻ്റെ പുറകിലൊക്കെ മൊസാദിൻ്റെ കൈകൾ വളരെ ശക്തമായിട്ടുണ്ട് എന്നുള്ളത് ഇറാൻ വിശ്വസിക്കുന്നുണ്ട്. രണ്ടാമത്തെ ആക്രമണം ഷിറാസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മൂന്നാമത്തെ ആക്രമണം ഈ ഷിറാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ആക്രമണം നടത്തിയത് ബാലിസ്റ്റിക് മിസൈൽ സ്റ്റോറേജ് ഗോഡൌൺ, അവിടെയാണ് ആക്രമണം നടത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ബാലിസ്റ്റിക് മിസൈലേക്ക് എയിം ചെയ്ത് അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ എയിം ഉള്ളത് ഇസ്രായേലിന് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ദർ ഇസ് നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അത് മൊസാദിന്റെ കളി തന്നെയാണ്, അത് ഇസ്രായേലിന്റെ തലയിൽ തന്നെയാണ്, അത് യാതൊരു മാറ്റമില്ല. ഇതിനൊന്നും ഡയറക്റ്റ് ആയിട്ട് ഇറാൻ എവിഡൻസ് കൊടുക്കാൻ കഴിയില്ല, നോ പ്രൂഫ്. അതുപോലെ തന്നെ അസർബൈജാന്റെ തൊട്ട് താഴെ കിടക്കുന്ന ടെബ്രീസ്, ഈ ടെബ്രീസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഓയിൽ റിഫൈനറി, കഴിഞ്ഞ തവണ അറ്റാക്ക് നടത്തിയ സ്ഥലമാണ്. അപ്പോൾ അതിലൊരു ഓയിൽ റിഫൈനറി ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഓയിൽ റിഫൈനറിയും കൂടെ അടിച്ച് തകർത്തിട്ടുണ്ട്. ഈ ഓയിൽ റിഫൈനറി അറ്റാക്ക് ചെയ്തതിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് ഇവിടെ. ഈ ഓയിൽ റിഫൈനറിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ പോകുന്നത് ചൈനയിലോട്ടാണ്. ചൈന എണ്ണ മേടിച്ചു എന്ന് ട്രംപ് പറഞ്ഞല്ലോ, അതിന് ഇൻഡയറക്റ്റ് ആയിട്ട് ഇസ്രായേൽ കൊടുത്ത ഒരു മറുപടിയും കൂടിയാണിത്. അപ്പോൾ ആ രീതിയിൽ കുറച്ച് വിഷയങ്ങൾ കിടപ്പുണ്ട്. ഇനി എത്ര തന്നെ ഇറാൻ ശ്രമിച്ചാൽ തന്നെയും ഒരു ദിവസം ഒരു 1.4 മില്യൺ ബാരലിന് കൂടുതൽ അവർക്ക് എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് തയ്യാറാക്കാൻ കഴിയില്ല. കാരണം അവരുടെ ഇന്റർണൽ യൂസേജ് തന്നെ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇറാന്റെ ഉള്ളിൽ. അപ്പോൾ അതായത് അവർ ഓയിൽ വിറ്റാൽ തന്നെയും ആ രാജ്യം കുറച്ച് കഷ്ടപ്പാടിൽ നീങ്ങൂ എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റവന്യൂ റിപ്പോർട്ടുമായിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ നോക്കാം, ഇറാന്റെ ഉള്ളിലെ ഒരു എക്കണോമിക് സ്ഥിതിഗതികൾ എന്താണെന്നുള്ളത്. അതായത് ഇസ്രായേൽ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പും ഇസ്രായേൽ അറ്റാക്കിന് ശേഷവും അതും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ആ രീതിയിൽ ഓയിൽ സ്റ്റോറേജ് യൂണിറ്റുകളെല്ലാം തന്നെ ഇസ്രായേൽ തച്ച് തകർത്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽസും കൂടി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇറാന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. ഞാൻ സെക്കൻഡ് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇറാന്റെ ഉള്ളിൽ തെഹ്റാനിൽ ഡേ ബിഫോർ യെസ്റ്റർഡേ, മിനിഞ്ഞാന്ന് എയർ ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്ന് ഞാൻ വാർത്തയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ഫുട്ടേജ് പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഏഥേൻ എന്ന് പറഞ്ഞ ഡ്രോൺ അവർ അടിച്ച് വീഴ്ത്തിയിട്ടുണ്ട്. അതിന്റെ വീഡിയോ ഫുട്ടേജസ് എല്ലാം തന്നെ അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഡ്രോണ് തുടർച്ചയായിട്ട് ഇറാന്റെ മേളിലുണ്ട്. അതാണ് അവർ എയർ ഡിഫൻസ് സിസ്റ്റം ആക്ടിവേറ്റ് ചെയ്ത് അതിനെ അറ്റാക്ക് ചെയ്ത് വീഴ്ത്തിയത്. ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും അത് പൊട്ടിത്തെറിച്ചേനെ. ശരിക്കും IRGC ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഓടിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പക്ഷേ സീസ് ഫയർ എന്നുള്ളൊരു പേരുമുണ്ട്, പക്ഷേ എല്ലാവരും ഒളിവിലാണ് അത്രേ. ഇതാണ് നിലവിലെ ഇറാന്റെ അവസ്ഥ. അപ്പോൾ ഇറാൻ കരുതുന്നത് നമ്മളിനി യുദ്ധത്തിന് പോയാലും ഇല്ലെങ്കിലും ഈ മൊസാദിന്റെ ടീമുകൾ എങ്ങനെയാണോ ലെബനാന്റെ ഉള്ളിൽ തോന്നുമ്പോൾ പോയി അറ്റാക്ക് ചെയ്യുന്നത്, എങ്ങനെയാണോ സിറിയയ്ക്കുള്ളിൽ അവർ ആധിപത്യം പുലർത്തുന്നത്, അതുപോലെ തന്നെ അവർ ഇറാനെ നേരിടും എന്നുള്ളൊരു തിരിച്ചറിവ് ഇറാന് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സൗദി അറേബ്യ പുതിയ ആർമി ചീഫ് ജനറൽ ആയിട്ടുള്ള IRGCയുടെ മൗസവിയെ തന്നെയാണ് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർ മീറ്റിങ്ങിന് സമ്മതിച്ചില്ല. സൗദി അറേബ്യയുമായിട്ടുള്ള മീറ്റിങ്ങിന് സമ്മതം അറിയിച്ചില്ല ഇറാൻ. എങ്ങനെയെങ്കിലും ഒരു 2.0 ഇസ്രായേൽ ഇറാൻ 2.0 മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു യുദ്ധം ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കാനാണ് സൗദി അറേബ്യ ശ്രമിച്ചത്. പക്ഷേ അത് പാളിപ്പോയി. ഇറാൻ ഒട്ടും വഴങ്ങിയില്ല എന്നുള്ളത് മാത്രമല്ല, അവരുടെ സ്ഥിതിഗതികൾ വിലയിരുത്തുമ്പോഴത്തേക്കും ഈ മൊസാദ് കണ്ടിന്യൂസ് ആയിട്ട് ഇറാന്റെ ഉള്ളിൽ ഉണ്ടാകും. അതാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ അവർ തുടർച്ചയായിട്ട് ഒരു ലെബനനിലെ ഹിസ്ബുള്ളയെ പോലെയോ അല്ലെങ്കിൽ സിറിയയെ പോലെയോ അവർക്ക് ഇങ്ങനെ നിന്ന് കൊടുക്കാൻ വയ്യ. അതാണ് അവർ പറയുന്നത്. ഇറാൻ യുണൈറ്റഡ് നേഷൻസിനെ അപ്രോച്ച് ചെയ്തിട്ട് അമേരിക്കയ്ക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ്. അതായത് അമേരിക്ക ഇറാന്റെ ഉള്ളിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് കോമ്പൻസേഷൻ വേണമെന്ന് പറഞ്ഞിട്ടാണ് പരാതി കൊടുത്തിരിക്കുന്നത്. അതിൽ കൃത്യമായ നടപടികൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ
ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ കേസ് കൊടുക്കുമെന്നാണ് പറയുന്നത്. എവിടെ? ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിൽ. അതിൽ തന്നെ അമേരിക്ക പുറത്താണ്, ഓൾറെഡി അതിനെ തന്നെ സാങ്ഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവിടെ കൊണ്ട് കേസ് കൊടുക്കുമെന്നാണ് പറയുന്നത്. കാരണം അവിടെയൊക്കെയാണ് UN, ഈ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട്, ഇതൊക്കെയാണ് ഇവരുടെ ഏരിയ. ആ മേഖലയിലേ ഇവർക്ക് കളിക്കാൻ പറ്റൂ. അത് ഗാസ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പാലസ്തീനിയൻ അതോറിറ്റി ആയിക്കോട്ടെ, ഇവരെല്ലാം ഹമാസ് ആയിക്കോട്ടെ, ഇവരെല്ലാം ഈ മേഖലയിലാണ് കളിക്കുന്നത്. കാരണം അവിടെയാണ് അവർക്ക് ഇൻഫ്ലുവൻസ് ഉള്ളത്. അടുത്ത പോര് അസർബൈജാനുമായിട്ട്. കാരണം ഞാനൊരു മാപ്പ് ഇവിടെ കാണിക്കാം, മാപ്പ് നിങ്ങൾ നോക്കിയോ. അതായത് ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്ത സമയത്ത്, തെഹ്റാനെ ടാർഗറ്റ് ചെയ്ത സമയത്ത് അസർബൈജാൻ പോയി അസർബൈജാന്റെ എയർ സ്പേസ് ഉപയോഗിച്ചു. അതിൽ നിന്ന് നേരെ കാസ്പിയൻ സീയിലേക്ക് വന്നിട്ടുണ്ട്. എന്നിട്ട് കാസ്പിയൻ സീയിൽ നിന്നും കറക്റ്റായിട്ട് തെഹ്റാന്റെ ഉള്ളിലേക്ക് ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ തെഹ്റാന്റെ അങ്ങ് അറ്റത്ത് പോയിട്ട് എങ്ങനെയാണ് ആക്രമണം നടത്തുക, അതിനുള്ള മാർഗം എങ്ങനെയാണെന്നുള്ളത് ഇത് ഇറാൻ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. ഏത് വിധേനയും ചൈന കൊടുത്തിട്ടുണ്ടാവാം, ഇല്ലെങ്കിൽ റഷ്യ കൊടുത്തിട്ടുണ്ടാവാം. അങ്ങനെ റഡാർ സിസ്റ്റം വഴി അവർ ഇത് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അസർബൈജാൻ, നമ്മളുടെ രണ്ടുപേരുടെയും ബന്ധം ഇങ്ങനെയായിരുന്നോ? നിങ്ങൾ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തുക്കളല്ലേ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് എന്നുള്ള രീതിയിലുള്ള ചോദ്യവുമായിട്ടൊക്കെ അസർബൈജാനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് ഇറാൻ. ഇനിയിപ്പോൾ തുർക്കി ഇടയിൽ വീണ് തായ്യബ് എർദോഗൻ വന്നിട്ട് ഇതിന് മീഡിയേഷൻ ചെയ്യുമായിരിക്കാം. അസർബൈജാനും ഇറാനും തമ്മിൽ ഈ ഒരു തർക്കം നിലനിൽക്കുന്നുണ്ട്. പിന്നെ അസർബൈജാൻ ഓൾറെഡി തന്നെ ഇസ്രായേലുമായിട്ട് നല്ല ബന്ധത്തിലാണ്. ഒരുപാട് ഇൻവെസ്റ്റ്മെന്റുകൾ അസർബൈജാൻ്റെത് ഇസ്രായേലിൻ്റെ ഉള്ളിലുണ്ട്. അസർബൈജാൻ ഇസ്രായേലോടും അതുപോലെ തന്നെ ഇറാനോടും ഒരു ഈക്വൽ ആയിട്ടുള്ള ഡിപ്ലോമസിയാണ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പക്ഷേ ഇവർ ഇടപെട്ട കാലത്ത് ഒരു 6 മാസത്തിനുള്ളിൽ അസർബൈജാന്റെ ഡിപ്ലോമസിയിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടായി. അവർ ഏറ്റവും കൂടുതൽ ഇസ്രായേലിന്റെ സൈഡിലേക്ക് ചായുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അപ്പം അതിന്റെ ഒരു ഗുണവും കൂടി ആവാം ഇസ്രായേലിന് കിട്ടിയത്. എന്തായാലും അസർബൈജാന്റെ നോളജോട് തന്നെയാണ് ഇസ്രായേൽ അസർബൈജാന്റെ എയർ സ്പേസ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും അത് നിഷേധിക്കാൻ കഴിയില്ല അസർബൈജാന്. അപ്പോൾ ആ രീതിയിൽ വേറൊരു ഇഷ്യൂ ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇറാന്റെ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ ആ ഒരു ഹെലികോപ്റ്റർ അപകടം, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഇപ്പം പുതിയ ഡൗട്ടുകളൊക്കെ ഇറാന് വന്നിട്ടുണ്ട്. കാരണം അസർബൈജാൻ സന്ദർശിച്ചിട്ട് മടങ്ങുന്ന സമയത്താണ് ഈ ഒരു ഹെലികോപ്റ്റർ ദുരന്തം സംഭവിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ അസർബൈജാനും ഇസ്രായേലിനെയും വെച്ചിട്ട് ഇറാൻ ചെറിയ ഡൗട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ട്രംപ് ഇതുവരെ നെഗറ്റീവായിട്ട് ഒരു സ്റ്റേറ്റ്മെന്റും പുതുതായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിട്ടില്ല. പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ഇന്നലെ സൺഡേ ഹോളിഡേ ആണ്. ഇന്ന് ഏത് രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളുമായിട്ട് വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഒട്ടും പറയാൻ പറ്റില്ല. ട്രംപ് ആൾവേസ് അൺപ്രഡിക്റ്റബിൾ ആണ്. പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഇറാനിൽ നിന്നും ഇങ്ങനെ ട്രംപിനെ വധിക്കണം എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളൊക്കെ കേട്ട് കഴിയുമ്പോഴത്തേക്കും തലപെരുത്തിട്ട് പെട്ടെന്ന് തന്നെ ഒരു ട്വീറ്റ് അങ്ങ് ഇടും, ഇതാ വരുന്നു, ഞാൻ അടിച്ച് തകർക്കും എന്നുള്ള രീതിയിലേക്ക് അടുത്തിടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ രീതിയിലുള്ള ഫാക്റ്റുകളെല്ലാം നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു 90% ഇസ്രായേലിന്റെ ഉള്ളിൽ ഇറാന്റെ ചാരന്മാരുണ്ട്, ഇസ്രായേൽ ഗഡ്സിനെ വധിക്കാനൊക്കെ ശ്രമിക്കുന്നു എന്നൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഇസ്രായേലും ഒരു 2.0 സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇറാനും അതേ മെന്റാലിറ്റിയിൽ തന്നെയാണ് ഉള്ളത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞ 90% ഒരു 2.0 ഇസ്രായേൽ ഇറാൻ യുദ്ധം ഉണ്ടാകാനുള്ള സാധ്യത എന്നുള്ളത്. ഞാൻ ഒരു 10%, ഒരു 10% ഞാൻ കൊടുത്തിരുന്ന ഒരു ഇളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IAEA എന്ന് പറഞ്ഞ ഒരു ഇന്റർനാഷണൽ ആറ്റമിക് എനർജി ഏജൻസി, ഈ ഏജൻസിയെ അവർ അനുവദിച്ചു കഴിഞ്ഞാൽ ഇറാൻ പറയുന്നു ഓക്കെ എന്നാൽ പിന്നെ ആറ്റമിക് എനർജി ഏജൻസി വരട്ടെ, വന്ന് അവർ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതായത് അവരുടെ ക്യാമറകൾ, അതായത് അവിടെ നിന്ന് ഊരി മാറ്റിയ ക്യാമറകളൊക്കെ പുനഃസ്ഥാപിച്ച് IAEAയുമായിട്ട് സഹകരിച്ച് പോകാം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ആ ഒറ്റ തീരുമാനത്തിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധം 2.0 കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇറാൻ ഒരിക്കലും ആണവായുധം ഉണ്ടാക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അവരുടെ എയിം വളരെ വ്യക്തമായിട്ട് ശക്തമായിട്ട് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരെ ആണവായുധം ഉണ്ടാക്കും എന്നുള്ള രീതിയിൽ നിലപാട് ഘടിപ്പിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ ഏത് മൊമെന്റിൽ ആണവായുധം ഉൽപ്പാദിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിയറസ്റ്റ് പോയിന്റിൽ എത്തുന്നോ ആ പോയിന്റിൽ വീണ്ടും ആക്രമണം ഉണ്ടാവും, അത് ഉറപ്പാണ്. പക്ഷേ ഇപ്പം നിലവിൽ ഈ ഒരു ചൂടോടുകൂടി നെക്സ്റ്റ് ലെവൽ 2.0 യുദ്ധം തുടങ്ങുന്നതിന് IAEAയുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ എടുക്കുന്ന തീരുമാനത്തിലിരിക്കുന്നു ഈ ഒരു വിഷയം. ഇതുവരെ IAEAയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പോസിറ്റീവ് തീരുമാനം വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് 90% ഇത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഈ ഒരു 10% അത് നമുക്ക് കണ്ടറിയേണ്ട കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.